മക്കളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് ഭാര്യയുടെ കൂട്ടുകാരത്തെ കുറേ ദിവസം താമസിക്കാൻ അങ്ങോട്ട് വരുന്നത്. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2024 റിലീസ് ചെയ്ത ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു ഡെലിവറി ബോയ് ആണ് ലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കൊറിയർ കൊടുക്കാൻ ചെല്ലുന്നതായിരുന്നു. കൊറിയർ മേടിക്കാനായിട്ട് അവൾ പതിയെ ഇറങ്ങി വരും. അന്നേരമാണ് ഇവൻ കൊറിയർ കൊടുത്ത ശേഷം അവളുടെ ഒരു ഫോട്ടോ എടുക്കണം, ഇത് അവരുടെ കമ്പനി പോളിച്ചാന്ന് പറയുന്നത്. ഈസി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ആ കൊറിയർ ബോയ് ആണെങ്കിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യും. പിന്നീട് ഫോട്ടോ കിട്ടിയ സന്തോഷത്തിൽ അവനാണെങ്കിൽ തിരിച്ചു പോകും. ഇതേ സമയം ഈസി ആണെങ്കിൽ ആ കൊറിയർ കൊണ്ട് വെച്ച ശേഷം നേരെ കുളിക്കാൻ പോകും. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അന്നേരമാണ് അവളുടെ ഹസ്ബൻഡായിട്ടുള്ള റോളൻഡ് ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അവളും ആ സ്പെഷ്യൽ ദിവസം ഓർത്തിരുന്നതുകൊണ്ട് തന്നെ കൊറിയർ വഴി ഓർഡർ ചെയ്ത ഗിഫ്റ്റ് ആണെങ്കിൽ റോളൻഡിനും കൊടുക്കും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കും. പിറ്റേന്ന് ഈസി ആണെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറി ദിവസത്തെ പറ്റിയൊക്കെ അവളുടെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് അവളുടെ കൂട്ടുകാർ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഇവർക്ക് കുട്ടികളൊന്നും ആയില്ലെന്ന്. ഈസ പറയും അതിനെ പറ്റി ഇവൾക്കും അറിയത്തില്ല. രണ്ടുപേരും പോയി ഡോക്ടറിൻ്റെ അടുത്ത് ഒത്തിരി സമയം ചെക്ക് ചെയ്താണ്. ചെക്കിങ്ങിലൊന്നും ഒരു പ്രശ്നം കാണിക്കുന്നില്ല, പക്ഷേ ഇവർക്ക് ഒരു കുട്ടിയെ മാത്രം കിട്ടുന്നില്ലെന്ന്. അന്നേരമാണ് അവളുടെ കൂട്ടുകാരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നത് ചെക്കിങ്ങിലൊന്നും കുഴപ്പമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവൾ ഉടനെ തന്നെ ഒരു അമ്മയാവുമെന്ന്. പിന്നീടാണ് നമ്മളെ ഈസയുടെ തന്നെ പഴയൊരു ഫ്രണ്ടായിട്ടുള്ള റക്കേലിനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം റക്കേലാണെങ്കിൽ ഈസേനെ വിളിക്കും. ഈസയ്ക്കാണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം ഇവർ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു. എന്നിരുന്നാലും ഫോണെടുത്ത് സംസാരിക്കുമ്പോഴത്തേന് റക്കേലാണെങ്കിൽ പറയുന്നത് ഈസയുടെ നാട്ടിലാണെങ്കിൽ ഇവൾക്കൊരു വർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഈസയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പോകാമെന്ന്. ഈസയ്ക്കാണെങ്കിൽ അതൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ പറയും. പക്ഷേ റക്കേലാണെങ്കിൽ ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇവൾക്കാണെങ്കിൽ മറ്റൊരു വഴിയില്ലാതെ സമ്മതിക്കും. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഈസിയാണെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കുന്നത്. ഇവളൊരു പക്ഷേ പ്രഗ്നൻ്റ് ആകാൻ പോകാമെന്ന് ഓർത്ത് ഇവളാണെങ്കിൽ സന്തോഷിച്ചിരിക്കും. അന്ന് വൈകുന്നേരമാണ് റോളൻഡ് വരുമ്പോഴത്തേക്കിന് ഇവളാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് വന്ന ആ ന്യൂസ് അവനെ കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കിന് റോളൻഡ് ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, അവനൊരു അച്ഛനാകാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഇവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. പക്ഷേ അവിടെ വെച്ച് ഈസേനെ സ്കാൻ ചെയ്ത ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ഇവൾ ശരിക്കും അപകടത്തിലായിരുന്നതായിരുന്നു. കാരണം ഇവളുടെ കൊച്ചു വളരുന്നത് എംബ്രിയോയുടെ വെളിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് അതിനെ എടുത്തു മാറ്റാതെ വേറെ വഴിയില്ലെന്ന് പറയും. ഈ ന്യൂസ് ആണെങ്കിൽ രണ്ടുപേരെ സങ്കടത്തിലാക്കും. പ്രത്യേകിച്ച് ഈസയ്ക്കാണെങ്കിൽ കുറേ കാലം കൂടി കാത്തിരുന്ന് ജനിച്ച കുട്ടീനെ നഷ്ടപ്പെടുക എന്നുള്ള സങ്കടത്തിൽ അവളാണെങ്കിൽ റോളൻഡിനോട് പോലും ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി തുടങ്ങും. അവനും അവളോട് എങ്ങനെ സംസാരിക്കണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. പിറ്റേ ദിവസം അവനാണെങ്കിൽ അവളെ പതിയെ ആശ്വസിപ്പിച്ച ശേഷം ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് പോകും. ഇവളാണെങ്കിൽ വളരെ വിഷമിച്ച് കട്ടിലിലോട്ട് കിടക്കുമ്പോഴത്തേക്കിനെയാണ് റാക്കേൽ വന്ന് വിളിക്കുന്നത്. അവിടെ ചെന്ന് കഥ തുറക്കും. റാക്കേലിനെ കാണുമ്പോൾ തന്നെ ഇവൾ എന്തൊക്കെയോ വിഷമത്തിലാണെന്ന് പിടികിട്ടും. കാര്യം ചോദിക്കുമ്പോഴത്തേക്കിന് ഇവളാണെങ്കിൽ കള്ളം പറയും, ചെറിയ തലവേദനയായിരുന്നൊക്കെ. അങ്ങനെ റക്കേലാണെങ്കിൽ പതിയെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങും. അന്ന് രാത്രി റക്കേലാണെങ്കിൽ അവളുടെ കാലിൽ ക്രീമൊക്കെ തേച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് റോളൻഡ് വരുന്നതും അത് ഇസയാണെന്നോർത്ത് അവളെ കയറി പിടിക്കുന്നതും. പെട്ടെന്ന് ആൾ മാറിപ്പോയെന്ന് അറിയുമ്പോഴത്തേക്കിന് ഇവനാണെങ്കിൽ സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് പെട്ടെന്ന് ഇതൊന്നും അറിയാതെ ഈസി അങ്ങോട്ട് വരുന്നതും അവളുടെ കൈ പറ്റി ചെറിയ മുറിവിനെ പറ്റി റോളൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ആ സംസാരത്തിൻ്റെ ഇടയിൽ വെച്ച് ഈസി ആണെങ്കിൽ റോളൻഡിനോട് പറയും ഇതാണ് അവളുടെ ഫ്രണ്ടായിട്ടുള്ള റക്കേൽ, ഇനി തൊട്ട് ഇവിടെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റക്കേലിനോട് ഇതാ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് റോളൻഡിനെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കും. പിന്നീട് രണ്ടുപേരും 2 മുറിയിലേക്ക് അങ്ങ് പോകും. പിറ്റേ ദിവസം റോളൻഡ് ആണെങ്കിൽ അവൻ്റെ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങും. അന്നേരമാണ് റക്കേൽ വന്നിട്ട് ഇവനോട് ഇവൻ്റെ വർക്കിനെ പറ്റി ചോദിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് റോളൻഡിനെ റക്കേലിനെ സൗന്ദര്യം ആകർഷിക്കുന്നതും അവനാണെങ്കിൽ അവളെപ്പറ്റി ഒരു ഫാൻറ്റസി ഓർക്കാൻ തുടങ്ങുന്നതും. അവൻ അവളെ തന്നെ തുറച്ചു നോക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അവൾ പെട്ടെന്ന് വിരലിൽ ഞൊടിച്ചിട്ട് ഇവനോട് എന്താ കാര്യമെന്ന് ചോദിക്കും. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് പോയേക്കുവാന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് അങ്ങ് പോകും. പിന്നീടാണ് റക്കേലാണെങ്കിൽ അന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈസയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈസയുടെ കിടപ്പ് കാണുമ്പോഴത്തേക്കിന് ഇവൾക്ക് പിടി കിട്ടും അവൾക്ക് അസുഖമൊന്നുമല്ല, വേറെന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെ അതിനെപ്പറ്റി ഇവളാണെങ്കിൽ കുത്തി ചോദിക്കുമ്പോഴത്തേക്കിനും ഈസയാണെങ്കിലുള്ള സത്യങ്ങളെല്ലാം പറയും. അവൾ കുറേ കാലമായിട്ട് ഒരു കൊച്ചിന് വേണ്ടി ആഗ്രഹിക്കുമായിരുന്നെന്നും അങ്ങനെ ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കിട്ടിയപ്പോഴത്തേക്കിനാണ് ഡോക്ടർ പറയുന്നത് അതിനെ ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ ഇവളുടെ ജീവൻ ആപത്താന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഇതൊക്കെ കേട്ട റക്കേലാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് പേടിക്കേണ്ട, ഇനി അടുത്ത തവണ ഇവൾക്ക് നല്ലൊരു കുട്ടി കിട്ടിക്കോളൂ എന്നൊക്കെ. അതുപോലെ തന്നെ റക്കേൽ പറയും തൽക്കാലം ഇന്നത്തെ വീട് ജോലിയൊക്കെ അവൾ ചെയ്തോളാമെന്നും. പിന്നീട് റക്കേലാണെങ്കിൽ ഭിത്തിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് ഈസ വന്നിട്ട് അതൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചൂല് മേടിച്ച് വെക്കാൻ നോക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിലാണെങ്കിൽ രണ്ടുപേരും മറിഞ്ഞു വീഴും. ഒരാളുടെ മണ്ടയിലേക്കായിരുന്നു വീണത്. പെട്ടെന്നുള്ള ചമ്മന്തി ഈസയാണെങ്കിൽ ചാടി എഴുന്നേക്കും. പക്ഷേ റക്കേലിനാണെങ്കിൽ ഇതെല്ലാം തമാശയായിരുന്നു. അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് റക്കേലാണെങ്കിൽ ഈസയുടെ അടുത്തേക്ക് ഒരു ഡ്രസ്സുമായിട്ട് വരുന്നതും അവളോട് അത് ഇട്ടുകൊണ്ട് അതിട്ട് കഴിയുമ്പോഴത്തേക്കിനും അവൾ വളരെ സുന്ദരിയായിരിക്കുമെന്നും ഇവളാണെങ്കിൽ കുറേ ഫോട്ടോ എടുക്കാമെന്നും പറയുന്നത്.
ഉടനെ തന്നെ ഇസയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് ഇവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന വൈൻ എടുത്ത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിക്കും, ഒന്ന് ഇവൾക്കും ഒന്ന് ഇസയ്ക്കും വേണ്ടി. അന്നേരമാണ് ഇസയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. അതിലാണെങ്കിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ അവളുടെ കുറേ ഫോട്ടോസ് എടുക്കും. പിന്നീട് ഓരോ ഡ്രസ്സ് മാറി മാറിയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് ഇവരാണെങ്കിൽ ഇവരുടെ ചെറുപ്പത്തിലെ കുറേ മൊമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് വൈനൊക്കെ കുടിക്കും. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ പോയിട്ട് 2 പേരും തമ്മിൽ അങ്ങ് ബന്ധപ്പെടും. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി 3 പേരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കും. അന്നേരം റക്കേലാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇസയും വളരെ സന്തോഷത്തിലായിരുന്നു. ഇതൊക്കെ കാണുന്ന റോളൻ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയ്ക്ക് വന്ന മാറ്റം കണ്ടിട്ട്. പിന്നീട് ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഇസയാണെങ്കിൽ റക്കേലിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് റോളൻഡ് ചോദിക്കുന്നത് അവളിനി എന്നാ പോകുന്നത്, അവളുള്ളതുകൊണ്ട് ഇവർക്കൊരു പ്രൈവസി ഇല്ലെന്ന്. പിറ്റേ ദിവസം ഇസയാണെങ്കിൽ റക്കേലിനോട് ചെന്നിട്ട് പറയും ഇവളിവിടെ നിൽക്കുന്നത് റോളൻഡിന് വലിയ താല്പര്യമില്ല, അവനാണെങ്കിൽ ഇന്നലെ രാത്രി ഇവളെന്നാ തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചത്. അന്നേരമാണ് റക്കേൽ പറയുന്നത് അവൻ അങ്ങനെ ചോദിച്ചോ, ഇവൾ ഓർത്തോണ്ടിരുന്നത് അവളിവിടെ നിൽക്കുന്നതിൽ അവനൊരു പ്രശ്നമില്ലെന്നായിരുന്നെന്ന്. അന്നേരം ഇസ പറയും ഇവളും അങ്ങനെ ഓർത്തോണ്ടിരുന്നത് ഇനിയെങ്ങാണ് ഇവർ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അവൻ കണ്ടുപിടിക്കുകയല്ലോ ചെയ്തോന്ന്. ഉടനെ റക്കേൽ പറയും ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട, അവൻ ഓഫീസിൽ പോയപ്പോഴല്ലേ ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്, അങ്ങനെയൊന്നും അവൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അഥവാ കണ്ടുപിടിച്ച് എന്തെങ്കിലും പ്രശ്നമായാൽ തന്നെ ഇസയുടെ കൂട്ടത്തിൽ എപ്പോഴും റക്കേൽ കാണുമെന്ന് പറയും. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ആണെങ്കിൽ വീണ്ടും ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. പിറ്റേ ദിവസം ആണെങ്കിൽ ഇസ മാർക്കറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും റക്കേലാണെങ്കിൽ തിരിച്ചു പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരമാണ് റോളൻ അങ്ങോട്ട് വരുന്നത്. റക്കേൽ പറയും നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അവളോർത്തത് ഇസയുടെ കൂടെ ഇവനും മാർക്കറ്റിൽ പോയെന്നാണ്. ഉടനെ റോളൻ്റെ റക്കേലിനോട് പറയും ഇനി അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. റക്കേൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് അവൻ പറയുന്നത് ഇവർ തമ്മിൽ തലേദിവസം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ ശരിക്കും ഓഫീസിൽ പോകാതെ അവിടെ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നെന്ന്. അങ്ങനെ എല്ലാ റോളണ്ടിനെ വിളിയിട്ടെന്ന് മനസ്സിലായ റക്കേലാണെങ്കിൽ പറയും അവർ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. ഇത് കേൾക്കുന്ന റോളണ്ടിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരും. അവൻ പറയും അവൻ്റെ ഭാര്യേനെ അവൻ്റെ അടുത്ത് നിന്ന് അടർത്തി മാറ്റാൻ നോക്കുമല്ലേ, ഒരാണും പെണ്ണും തമ്മിൽ എപ്പോഴും സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് പെണ്ണും ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതൊക്കെ. ഉടനെ റക്കേൽ പറയും പെണ്ണാണിന് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് തോന്നുന്നത് ഇവനൊരു മിസോജിനിസ്റ്റ് ആയതുകൊണ്ടാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന റോളനാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, അന്നേരം തന്നെ അവളുമായിട്ട് കയറി ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. അവളാണെങ്കിൽ പക്ഷേ എതിർക്കുന്നതിന് വേറെ ഇതൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ തമ്മിലും പതി ഇഷ്ടത്തിലായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുമോടെ. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ റക്കേൽ ചെയ്ത പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചതായിരുന്നു. അവളാണെങ്കിൽ ഈ കാര്യം ചെയ്ത് ഇസയോട് പറയും. ഇസ ഉടനെ തന്നെ കൊച്ചിൻ്റെ അച്ഛൻ ആരാൻ ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് റോളൻ അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ഇസയാണെങ്കിൽ റക്കേലെ പ്രഗ്നൻ്റ് ആയെന്നുള്ള കാര്യം റോളൻ്റെയോട് പറയും. റോളൻ്റ് പെട്ടെന്ന് ഞെട്ടുമെങ്കിലും മുഖത്തൊരു ഭാവവ്യത്യാസം വരാതെ അവനാണെങ്കിൽ അവളോട് കൊച്ചിൻ്റെ അച്ഛൻ ആരാൻ ചോദിക്കും. അന്നേരമാണ് റക്കേൽ പറയുന്നത് അവൾ ഒരുപാട് പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊരാളാണെന്ന്. പിന്നീടാണ് മറ്റു ദിവസം റോളൻ്റ് ആണെങ്കിൽ റക്കേലിൻ്റെ അടുത്തോട് ചെന്നിട്ട് ചോദിക്കുന്നത് ആ കൊച്ചിനെ എന്ത് ചെയ്യാനാണ് തീരുമാനമെന്ന്. അന്നേരമാണ് റക്കേൽ പറയുന്നത് കൊച്ചിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്, പക്ഷേ ഇവനാണ് കൊച്ചിൻ്റെ അച്ഛൻ ലോകത്ത് ആരും അറിയാതെ അവളെ നോക്കിയോളാന്ന്. പക്ഷേ ഇതെല്ലാം ഇസയാണെങ്കിൽ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്ന ഇസ അന്നേരം തന്നെ അങ്ങോട്ട് നിന്നിട്ട് 2 പേരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവളാണെങ്കിൽ റക്കേലിനെ വലിച്ച് വെളിയിലേക്കിട്ട് അവളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. തടയാൻ വരുന്ന റോളൻഡിനെ അവൾ തല്ലും. പിന്നീട് അവളാണെങ്കിൽ വിഷമം കൊണ്ട് കട്ടിലേ പോയി ഒറ്റയ്ക്കിരിക്കും, അവളുടെ ഹസ്ബൻഡും കൂട്ടുകാരും ചതിച്ചല്ലോ എന്നോർത്ത്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മറ്റൊരു ദിവസം റക്കേലാണെങ്കിൽ ഇസയോട് സംസാരിക്കുന്നതായിരുന്നു. ഈസ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പോലും റക്കേലാണെങ്കിൽ അവളോട് ക്ഷമ പറഞ്ഞിട്ട് പറയും ഇവൾക്ക് ജനിക്കാൻ വന്ന കൊച്ചിനെയാണെങ്കിൽ അവർ 2 പേരും എടുത്തു, അവരുടെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ ഒരു കൊച്ചു വേണമെന്നുള്ളതെന്ന്. ഇത് കേൾക്കുന്ന ഈസ പറയും വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇവരെ ത്യാഗം ചെയ്യേണ്ട, അന്ന് റക്കേലിനും റോളൻ്റും കൂടെ സംസാരിക്കുന്നത് ഇവൾ ഒളിഞ്ഞെന്ന് കേട്ടതായിരുന്നു, അന്ന് ഇവൾ പറഞ്ഞത് ആ കൊച്ചിനെ ഇവൾക്ക് തന്നെ നോക്കണമെന്നല്ലേന്ന്. അങ്ങനെ റക്കേലാണെങ്കിൽ ഇസയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്തൊന്ന് പോകാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് അങ്ങോട്ട് റോളൻ്റ് വരുന്നത്. പക്ഷേ ഇവൾക്കാണെങ്കിൽ അവനോടൊന്നും സംസാരിക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നു. അവളൊന്നും മിണ്ടാതെ നടന്നകലുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.